ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താണ് ഇവിടെ വന്ന് ഇരുന്നൊക്കെ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, എൻ്റെ ഒരു കുഞ്ഞ് സാരി കളക്ഷൻ വീഡിയോ ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സാരി ലവറാണ്. എന്നാൽ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് സാരി ഉടുക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. പക്ഷെ സാരി ഉടുക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്യാറില്ല. അതിപ്പം ചിലപ്പം വല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കോളേജിലോ ഓഫീസിലൊക്കെ സെലിബ്രേഷൻസ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും സാരി ഉടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ എന്തായാലും ഉടുക്കും. അതുകൊണ്ട് തന്നെ ക്യാഷ്വൽ സാരീസൊക്കെ എൻ്റെ കയ്യിൽ വളരെ കുറവാണ്. ഓരോ ഫങ്ഷൻസിനും അങ്ങനെയൊക്കെ സ്പെസിഫിക്കലി ഓരോ ഒക്കേഷന് വേണ്ടി എടുത്തിട്ടുള്ള സാരികളാണ് എല്ലാം. അപ്പോൾ ഞാൻ 1 by 1 സാരികൾ നിങ്ങളെ കാണിക്കാം. നിങ്ങളെ ബോറടിപ്പിക്കില്ല, കാരണം എൻ്റെ കരുത്ത് വളരെ കുറവ്, വിരലിൽ എണ്ണാവുന്ന സാരികളേ ഉള്ളൂ. നോട്ട് മോർ ദാൻ 10 അത്രയും സാരികൾ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഞാൻ ഈ സാരികൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് എൻ്റെ ഫസ്റ്റ് സാരി, അതായത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് സാരി തൊട്ട് ആ ഒരു ഓർഡറിലാണ് ഞാനത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പം 26 years ഓൾഡാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള സാരികളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സാരി കണ്ടാലോ? ദിസ് ഈസ് മൈ ഫസ്റ്റ് സാരി. ഇതെൻ്റെ ഫസ്റ്റ് സാരി എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരീസാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൽ. ആൻഡ് ഞാൻ ഒരു ഇതായിട്ട് പറയുകയല്ല, എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാരിയാണ് ഇത്. ഒരു പ്യുവർ കാഞ്ചീപുരം സാരിയാണ്. ആൻഡ് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു വട്ടമാണ് ഉടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു വട്ടം ഉടുത്തു. ആൻഡ് എൻ്റെ സിസ്റ്റർ, അതായത് എൻ്റെ ചേച്ചിയുടെ കോൺവൊക്കേഷനും ഈ സാരിയാണ്, ഗ്രാജുവേഷൻ്റെ അന്നും ഈ സാരിയാണ് ഉടുത്തിട്ടുള്ളത്. അപ്പോൾ 2 times മാത്രം വേറെ ഏതെങ്കിലും ഒരു സാരിയാണ്. ഈ സാരീൻ്റെ ഒരു ചെറിയ സ്റ്റോറി ഞാൻ പറയാം. ഇത് 2022 February 21 ഞാൻ ആദ്യമായിട്ട് ഈ സാരി ഉടുക്കുന്നത്. ഇത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് എടുത്തിട്ടുള്ള സാരിയാണ്. ആൻഡ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 കളേഴ്സാണ് ബ്ലൂ ആൻഡ് റെഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങൾ സാരി എടുക്കാൻ പോയ സമയത്ത് തന്നെ എനിക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു ഇത്. പിന്നെ പല സാരീസ് അവർ കാണിച്ചു തന്നിട്ടും എനിക്ക് ഇതായിരുന്നു എൻ്റെ ചോയ്സ്. അപ്പോൾ ഈ സാരി നമ്മൾ എടുത്തിട്ടുള്ളത് ജയലക്ഷ്മി എന്നാണ്, കൊച്ചി എറണാകുളത്തുള്ള ജയലക്ഷ്മി എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. നല്ല അടിപൊളി സാരിയാണ്, ഭയങ്കര കംഫർട്ടബിളുമാണ്. അതേപോലെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഭയങ്കര കണ്ണിലടിക്കുന്ന ഒരു കളറാണ്. നമ്മൾ ഇത് ഉടുത്താൽ എല്ലാവരും നോട്ട് ചെയ്യും. പിന്നെ വൺ മോർ തിങ്, ഞാൻ എല്ലാ സാരിയും കാണിക്കുമ്പോൾ ഈ സാരിയൊക്കെ ഉടുത്ത ഫോട്ടോസ്, മിക്ക സാരിയുടെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടാവും. അത് ഞാൻ ഷെയർ ചെയ്യാം, അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു റെഫറൻസ് കിട്ടും. അപ്പം ഇതാണ്, ഞാൻ സാരി അങ്ങനെ വല്ലാതെ വിടർത്തി കാണിക്കുന്നൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ പല്ലു. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ഇതല്ല, ഫുൾ ബോഡി. അതിപ്പം നമ്മുടെ സാരിയുടെ മുന്താണി ആണെങ്കിലും ഫുൾ ബോഡിയിൽ സെയിം ഇങ്ങനത്തെ ഒരു ബിഗ് ബൂട്ടാസും പിന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ബൂട്ടാസും ഒരു ഗോൾഡൻ സെറി അങ്ങനത്തെ ഒരു വർക്കാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ ബ്ലൗസും കൂടെ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറയുന്നത്. സാരിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ്. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു ബൊട്ടിക്കിൽ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊരു ബാക്ക് ഓപ്പൺ നോർമൽ, ഭയങ്കര സ്പെഷ്യൽ ഡിസൈനിങ് ഒന്നുമില്ല, കാരണം ഇതൊരു ട്രഡീഷണൽ സാരി ആയതുകൊണ്ടും എല്ലാം വളരെ നോർമലായിട്ടാണ് ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ഈ സാരി ഉടുത്തപ്പം ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത്. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് സാരി ആൻഡ് എ വെരി സ്പെഷ്യൽ സാരി ഫോർ മീ. അപ്പം ഞാൻ ഈ കാണിച്ച സാരികളൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, സോ ഹിയർ കംസ് ദ സെക്കൻഡ് സാരി. ഈ സാരി ഇതൊരു ഓർഗാൻസ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു. അതെ, അതാണ്. ഇനിയിപ്പം ഇത് സ്പെസിഫിക്കലി അങ്ങനെ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് എനിക്കത് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള നോളജ് ഒന്നുമില്ല. എങ്കിലും ഇതൊരു ഓർഗാൻസ മെറ്റീരിയലാണ്. ഇത് ഒരു കുറച്ച് നൈസായിട്ടുള്ള, അതായത് കുറച്ച് എന്താ പറയുന്നത്, കട്ടി കുറഞ്ഞതെന്ന് നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സാരിയാണ്. ആൻഡ് ഈ സാരീനെ കുറിച്ചും എനിക്ക് ചെറിയൊരു സ്റ്റോറി ഷെയർ ചെയ്യാനുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സാരി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കായിട്ട് വാങ്ങിയ സാരിയും അല്ല. എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് തന്നെ എൻ്റെ കോളേജിലെ എൻ്റെ ഫ്രണ്ട്സ് ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയാണിത്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാരി മാത്രമല്ല
ദി ഗേവ് വൺ മോർ എന്തോ ചുരിദാർ അങ്ങനെ എന്തൊക്കെയോ മെറ്റീരിയൽസും ഒക്കെ അവർ ഗിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി ഒട്ടും ഒരു സാരി ലവർ അല്ലാത്തത് കൊണ്ടും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാരികൾ ഒട്ടും ഉടുക്കില്ലാത്തത് കൊണ്ടും ഇത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നൈസായിട്ടുള്ള സാരി ആയതുകൊണ്ട് കുറച്ചൊരു അവൾക്ക് മടിയായിരുന്നു അത് കൊടുക്കാൻ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ കേൾക്കാൻ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ആ സാരി ഞാൻ എടുത്തു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ വട്ടം ഉടുത്ത് നമ്മൾ മുതലാക്കുക എന്ന് പറയില്ലേ, അങ്ങനെ മുതലാക്കിയ ഒരു സാരിയാണ്. ഈ സാരിൻ്റെ ഡീറ്റെയിലിംഗ് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ഒരുപാട് യൂസ് ചെയ്ത് കുറച്ച് നമ്മൾ പന്നലാവാന്ന് പറയില്ല, കുറച്ചൊക്കെ ഡാമേജസ് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കിയാൽ ഇതിലിങ്ങനെ ഒരു സീക്വൻസ് ഒരു കൈൻഡ് ഓഫ് വർക്ക് അതുകൊണ്ട് തന്നെ ഫുള്ളൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ബോർഡേഴ്സ് അല്ല ലൈക്ക് ഇങ്ങനത്തെ ലേസ് വന്നിട്ടുണ്ട്, ലേസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മുന്താണി ഈസ് ദിസ്. മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഓഫ് ആ ഒരു സീക്വൻസ് വർക്കും അതിന് തന്നെ സൈഡിലൊരു ലേസ് ആൻഡ് ഒരു ബോർഡർ കൊടുത്തിട്ട് ഒരു നല്ല എലഗൻറ്റ് നല്ല അടിപൊളിയായിട്ട് ഫിറ്റ് ആവുന്ന ഒരു സാരിയാണ്. ഇതും ഞാൻ ഇത് വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യാം, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് ഇതും വിത്ത് ബ്ലൗസാണ്, സാരിയിൽ തന്നെ വന്നിട്ടുള്ള ബ്ലൗസാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ച ബ്ലൂ സാരീൻ്റെ ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അവിടെ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് സാരിയാണെന്ന്. അപ്പം ഞാൻ ഫസ്റ്റ് വളരെ ശ്രദ്ധിച്ച് ഞാൻ എന്താ പറയുന്നത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ബ്ലൗസാണത്. അപ്പോൾ ഇതും അവിടെ തന്നെ ഞാൻ ചെയ്യിപ്പിച്ചു, കാരണം അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇതും എഗെയിൻ ഒരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്, ബാക്കിൽ ഒരു വീനക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. എനിക്ക് എല്ലാ സാരികളും എൻ്റെ ഈ കളക്ഷനിലുള്ള എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൽ കൂട്ടത്തിൽ ഫേവറേറ്റ് ആയിട്ട് 1-2 ഉണ്ടാകുമെന്ന് മാത്രം. പക്ഷെ എല്ലാ സാരികളും ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ കൈക്കലാക്കിയിട്ടുള്ള സാരികളാണ്. അപ്പം നമുക്ക് ഈ സാരി ഒന്ന് മാറ്റി വയ്ക്കാം. വിൽ ഗോ ഫോർ ദി തേർഡ് സാരി ആണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ടിൽ ദി മൊമെൻറ്റ് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള, ടിൽ ദി മൊമെൻറ്റ് എന്നല്ല എങ്ങനെയൊക്കെ പോയാലും എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു സാരിയാണ് എടുത്തത്. ആൻഡ് ഇറ്റ്സ് ദ മോസ്റ്റ് ഫേവറേറ്റ് സാരി ഓഫ് കോഴ്സ്. ഇത് എൻ്റെ വെഡ്ഡിങ് സാരിയാണ്. വെഡ്ഡിങ് സാരി എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എൻ്റെ വെഡ്ഡിങ് ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആഫ്റ്റർ പാർട്ടി അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലെ സൂര്യനെല്ലിയിൽ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ ഫങ്ഷൻ വെച്ചത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയ സാരിയാണിത്. ഇത് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് ഫുള്ള് സ്റ്റോൺ വർക്ക്സ് ആയതുകൊണ്ട് കുറച്ച് ഹെവിയാണ് ഈ സാരി. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ സൈഡിൽ ഫുള്ള്, അതായത് താഴെ ഫുൾ ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഓൾസോ ഇതിൻ്റെ മുന്താണിയിലും നത്തിങ് സ്പെഷ്യൽ, ഈ ഒരു സെയിം സ്റ്റോൺ വർക്ക് തന്നെയാണ് വരുന്നത്. ഫുൾ ബോഡി ദ സെയിം. ആൻഡ് ബോഡിയിലും ഇതേപോലത്തെ ഇതൊരു സ്റ്റോൺ ആൻഡ് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സാരി ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വെഡ്ഡിങ് സാരിയാണ്. ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് കൊച്ചിയിൽ തന്നെ പോത്തീസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അവിടെ പോയി നമ്മൾ കുറേ സാരീസ് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഇതിൽ ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ റെഡ് ആൻഡ് ബ്ലൂവിൽ എൻ്റെ കണ്ണ് ആദ്യമേ പോയി ഉടക്കും. അപ്പം എപ്പോഴും ഒരു പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ, സാരി ആയിക്കോട്ടെ നോർമലി വേറെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് പോകുന്നത് ബ്ലൂവോ റെഡോ ഇപ്രാവശ്യം എടുക്കരുതെന്നാണ്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, കറങ്ങി തിരിഞ്ഞ് ബ്ലൂവോ റെഡോ എൻ്റെ അടുത്ത് വരും. സോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു റെഡ് സാരി എടുത്തു. പിന്നെ ഈ ഒരു സാരിക്ക് മാച്ച് ചെയ്തിട്ടാണ് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തത്. അപ്പോൾ ആൻഡ് ഈ സാരീൻ്റെ ബ്ലൗസ് എഗെയിൻ നമുക്ക് കാണുമ്പോൾ അറിയാം, ഇതും ഇതിൻ്റെ സാരിയിൽ തന്നെയുള്ള എൻ്റെ എല്ലാ സാരിക്കും തന്നെ വിത്ത് ബ്ലൗസാണ് ഉള്ളത്. ആൻഡ് ഇതാണ് ബ്ലൗസ്. ഇതൊരു ബാക്ക് ഓപ്പൺ ബ്ലൗസാണ്. അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെ കാക്കനാടുള്ള ഒരു ബൊട്ടിക്കിലാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്. ഭയങ്കര ഷോർട്ട് ടൈമിൽ അവരെനിക്ക് സ്റ്റിച്ച് ചെയ്തത്, 2 ദിവസം കൊണ്ട് എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നത്. നമ്മൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഈ സാരി ഫിക്സ് ചെയ്തതും. അപ്പോൾ അതുകൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. അപ്പം ഈ സാരി ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സാരിയാണ്. ഈ സാരി ഉടുത്ത പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ഓൾറെഡി ഞങ്ങളുടെ വെഡ്ഡിങ് മൊമെന്റ്സ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് ഉടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യൂ. അപ്പം നമുക്ക് ഈ സാരി ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത സാരി നിങ്ങൾക്ക് കാണും പറയാം, ഇതൊരു കേരള സാരിയാണ്. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള
ഫസ്റ്റ് ഓണം, അതായത് ഞങ്ങളുടെ വെഡിങ് റിസപ്ഷൻ April 4th 2023. അപ്പോൾ ആ റെഡ് സാരി അന്നാണ് ഞാൻ ഫസ്റ്റായിട്ട് വെയർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 or 2 ടൈംസ് ഇതേപോലെ ഫാമിലി ഫങ്ഷൻസിലൊക്കെ അത് വെയർ ചെയ്തു. പിന്നെ ദിസ് വൺ ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണത്തിന് നമ്മൾ എടുത്തിട്ടുള്ള സാരിയാണ്. അപ്പം എന്തായാലും എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കോളേജിലും ഓഫീസിലൊക്കെ ആയിരുന്ന സമയത്ത്, അത് കല്യാണത്തിന് മുന്നേ ഉള്ള ടൈമിൽ വരെ നമ്മൾക്ക് സെറ്റ് സാരി അല്ലെങ്കിൽ കേരള സാരി ഓണത്തിനൊക്കെ വേണ്ടി വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ സാരി ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എനിക്കായിട്ട് ഞാനൊരു സാരി വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇതാണ് ഫസ്റ്റായിട്ട് എനിക്ക് വാങ്ങിക്കുന്ന ഒരു കേരള സാരി. അപ്പോൾ സാരി എടുക്കാൻ പോയപ്പോൾ ഞാൻ പ്ലെയിൻ നമ്മുടെ കസവ് സാരി ഉണ്ടല്ലോ, അതെടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ സാരി കണ്ടു. എഗെയിൻ ഇതിൽ ഈ റെഡ് ടെസൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിത് എടുക്കണം എന്ന് തോന്നി. ആൻഡ് വൺ മോർ തിങ്, നമുക്ക് ബ്ലൗസ് ഇതിന് ഫിറ്റ് ആയിട്ടൊരു ബ്ലൗസ് വേണം. അപ്പോൾ കേരള സാരി നോർമൽ കസവ് സാരി എടുത്താൽ ഏത് ബ്ലൗസും ഇടാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഈ റെഡ് കണ്ടപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത്. ഞാൻ മുന്നേ കാണിച്ച എൻ്റെ വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസ് ദ വെരി സെയിം റെഡ് കളറാണിത്. അതായത് പെർഫെക്റ്റ് മാച്ചിൽ പോകുന്ന ഒരു കളറായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഈ സാരിയാണ് എടുത്തത്. അങ്ങനെ ഫസ്റ്റ് ഓണത്തിന് ഞാൻ ഈ സാരി ഉടുത്തു. അന്ന് മാത്രമാണ് ഞാൻ ഈ സാരി ഉടുത്തിട്ടുള്ളൂ. കാരണം ഒബ്വിയസ്ലി നമ്മൾ കേരള സാരി ഓണത്തിനാണല്ലോ ഉടുക്കാറുള്ളൂ. പിന്നീടുള്ള ഓണങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ പിന്നീടുള്ള ഓണം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം അങ്ങനെ സാരി ഒന്നും ഉടുത്ത് സെലിബ്രേറ്റ് ചെയ്തില്ല. ഇനിയിപ്പോൾ കമ്മിങ് ഓണം വേണം ശരിക്കും ഒന്ന് സാരി കൊടുത്ത് ആഘോഷിക്കാൻ. പക്ഷെ ഈ സാരി തന്നെ യൂസ് ചെയ്യുമോയെന്ന് അറിയില്ല. മേ ബി, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സാരി എടുക്കാം. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ഫസ്റ്റ് കേരള സാരി. ആൻഡ് വൺ ആൻഡ് ഓൺലി, അസ് ഓഫ് നൗ വൺ ആൻഡ് ഓൺലി കേരള സാരി എനിക്കുള്ളത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ സാരി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സാരി വേണോ? നമുക്ക് ഈ സാരി ഫസ്റ്റ് കാണാം. അതായത് ഈ സാരി എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ വെഡ്ഡിങ്ങിന് എടുത്ത സാരിയാണ്. അതായത് കഴിഞ്ഞ വർഷം 2024 December 29 അവളുടെ കല്യാണം. അപ്പോൾ ഇത് ഗുരുവായൂർ, അതായത് ടെമ്പിൾ വെഡ്ഡിങ് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. അപ്പം ടെമ്പിൾ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് എടുത്ത സാരിയാണ്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. അതായത് AR ഹാൻഡ്ലൂംസ് കുത്താമ്പുള്ളി എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഈ സാരി എടുത്തിട്ടുള്ളത്. ഇത് ആ സമയത്ത് അവരുടെ പേജസിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിയിരുന്ന ഒരു സാരിയാണ്. ഐ എം സോറി ഗൈസ്, ഇത് ഞാൻ തിരിച്ചാണ് മടക്കി വെച്ചത്. അതായത് ലെറ്റ് മീ സീ, ഇതിപ്പോൾ എങ്ങനെ തിരിയും. അതായത് ഇതിൻ്റെ വർക്ക് ഇതിൽ വരുന്നത് ഒരു ഹെവി, ഒരു നല്ല ബ്രോഡായിട്ടുള്ളൊരു ബോർഡർ വരുന്നുണ്ട് താഴെ. വെയിറ്റ്, ഇത് മടക്കിയത് കുളമായതുകൊണ്ട് നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ആൻഡ് ഓക്കെ, ഇതായിരുന്നു ഞാൻ കാണിക്കാൻ ആഗ്രഹിച്ചത്. ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ബ്രോഡായിട്ടുള്ളൊരു ബോർഡർ, രണ്ട് സൈഡിലും ഉണ്ട്. ബ്രോഡായിട്ടുള്ള ബോർഡർ ഉണ്ട്, ഈ സൈഡിലും ഉണ്ട് ആ സൈഡിലും ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബോഡി. ഒരു യെല്ലോ ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷനാണ്. എനിക്ക് യെല്ലോ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഒരിക്കലും വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു കളറാണ്. അപ്പോൾ ഇതെൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചോയ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സാരി. ഞാൻ ഈ സാരി ഒന്ന് മാറ്റി വെക്കട്ടെ, ബിക്കോസ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കഥ പറയാം. നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഈ സാരി എൻ്റെ ഹസ്ബൻഡിൻ്റെ ചോയ്സ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ യെല്ലോ കണ്ടപ്പം നീ യെല്ലോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ്. പക്ഷെ എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു ഡൗട്ട്, ഞാൻ കൊടുത്താൽ ശരിയാവുമോ എന്നൊക്കെ ഉള്ളത്. ആൻഡ് പിന്നെ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞതായതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു സാരി, ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന് പറയുന്ന പോലെ ഞാൻ വേറൊരു സാരിയും കൂടി എടുത്തിരുന്നു. അതാണ് ഈ ഒരു ഗ്രീൻ സാരി. സെയിം AR ഹാൻഡ്ലൂംസിൽ നിന്ന് അന്ന് തന്നെ നമ്മൾ എടുത്തതാണ്. ഇത് ഒരു സിൽവർ, ഗ്രീൻ വിത്ത് സിൽവർ കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ്. ഇതിൽ സിൽവർ സാരിയാണ് വരുന്നത്. ആൻഡ് സിൽവർ ഒരു പാറ്റേൺ ആണ്. ഫുൾ ബോഡിയിൽ ഈ ഒരു പാറ്റേൺ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ഇങ്ങനെ വരും. മുന്താണി ഇങ്ങനെ വരും വിത്ത് ടസൽസ് ഒക്കെ വരുന്ന ഒരു നല്ല സാരിയായിരുന്നു. പക്ഷെ ഞാൻ ഉടുത്തത് ആദ്യം കാണിച്ച യെല്ലോ സാരി തന്നെയാണ് ഞാൻ സിസ്റ്ററിനോടെ കല്യാണത്തിന് ഉടുത്തത്. കാരണം അതിൻ്റെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം എനിക്ക് അത് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ ഈ സാരി നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു ഗുരുവായൂർ തന്നെ വെച്ചിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതിന് നമ്മളിത് വെയർ ചെയ്തു. രണ്ടിൻ്റെ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഈ ഗ്രീനിൻ്റെ ബ്ലൗസ് ഇതാണ്. ഇത് എൻ്റെ സാധാരണ ഇതുവരെ ഞാൻ കാണിച്ച ബ്ലൗസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. കാരണം ആ ടൈമിലൊക്കെ ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു മോനെ. അപ്പം അതുകൊണ്ട്
ഞാൻ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ് പ്രിഫർ ചെയ്തത്. ആൻഡ് മുന്നേ കാണിച്ചത് നമ്മുടെ യെല്ലോ സാരീൻ്റെ ബ്ലൗസാണിത്. ഇതും അഗെയിൻ ഫ്രണ്ട് ഓപ്പൺ ആണ് ആൻഡ് ബാക്കിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നാട്ടിൽ തന്നെയുള്ള നമ്മുടെ അടുത്ത് തന്നെയുള്ള ഒരു തയ്ക്കുന്ന ഒരു ചേച്ചീൻ്റെ അടുത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ദീസ് 2 സാരീസ്. പക്ഷെ ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഞാൻ വിചാരിച്ചതിലും അടിപൊളിയാണ്. അത് ഉടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഉള്ളതിനെക്കാട്ടിലും ബെറ്റർ ആണ് അത് ഉടുക്കുമ്പോൾ. പക്ഷെ അതിൽ ചെറിയൊരു മൈനസ് എനിക്ക് തോന്നിയത്, ഈ സാരിക്ക് കുറച്ച് ലെങ്ത് കുറവുള്ളതല്ല, ഞാൻ കുറച്ചൊരു എന്താ പറയുന്നത് പ്ലസ് സൈസ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും മേ ബി അത് വളരെ സ്ലിം ആയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കാം അങ്ങനത്തെ സാരികൾ അവർ ആ ഒരു ലെങ്ത്തിലായിരിക്കാം അവരത് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് സാരി ലെങ്ത് കുറവായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു അഡീഷണൽ ഒരു ചെറിയൊരു പീസ് ഓഫ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. പക്ഷെ അല്ലാതെ നോക്കിയാൽ നല്ല സാരിയാണ്, ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ഇവിടുന്ന് കുത്തമ്പുള്ളി എടുത്തിട്ടുള്ള സാരികളൊക്കെ എയർ ഹാൻഡ്ലൂംസിൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ഈ 2 സാരിയും കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇത് രണ്ടും ആ ഒരു ഒറ്റ ഗോയിൽ എടുത്തിട്ടുള്ള സാരികളാണ്. അടുത്ത സാരി ഇതാണ്. ഓക്കെ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. ഇത് അഗെയിൻ സിസ്റ്റർ ഇൻ ലോയുടെ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാരിയാണ്. റിസപ്ഷൻ്റെ നെക്സ്റ്റ് ഡേ, വെഡ്ഡിങ് ടെമ്പിൾ വെഡ്ഡിങ് ആയിട്ട് നെക്സ്റ്റ് ഡേ ആയിരുന്നു റിസപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള സാരിയാണ്. ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാരിയാണ്. ഇതും ഞാൻ ആ പറഞ്ഞ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു, ലെങ്ത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ക്ലോത്ത് കണ്ടോ, ഇത് ഞാൻ അഡീഷണലി ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് ഉള്ളിൽ നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഉള്ളിൽ വരുന്ന പോർഷനിൽ ഇങ്ങനെ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സാരി അടിപൊളിയായിരുന്നു. ഇത് ഉടുക്കുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ, കംപ്ലീറ്റ്ലി വെയ്റ്റ്ലെസ്. അതേപോലെ ഇതിൽ ഫുൾ ഇങ്ങനത്തെ സ്റ്റോൺ വർക്ക്സ്, ഇത് ബോഡിയിൽ ഫുൾ ഇങ്ങനെ ഗ്രീൻ ഒരു സ്റ്റോണും അതിൻ്റെ ബോർഡേഴ്സിൽ 2 സൈഡിലും ബോർഡേഴ്സിൽ ഇങ്ങനത്തെ സിൽവർ അങ്ങനത്തെ വൈറ്റ് സിൽവർ സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബോഡി ഫുള്ള് ഈ ഒരു സെയിം പാറ്റേൺ ആണ്, ഇൻക്ലൂഡിങ് മുന്താണി എല്ലായിടത്തും ഫുൾ സാരിയിൽ ഈ ഒരു സെയിം പാറ്റേൺ ആണ് വരുന്നത്. നല്ലൊരു സാരി ആയിരുന്നു. അതിൻ്റെ ബ്ലൗസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ്. വിത്ത് ബ്ലൗസ് തന്നെയാണ്, സാരിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. അതിൽ ഞാൻ കയ്യിൽ മാത്രം, ഞാൻ പറഞ്ഞല്ലോ സാരീൻ്റെ ലെങ്ത്തിൽ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ബോർഡർ പോർഷൻ, ഈ ഒരു പോർഷൻ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിൽ മാത്രം കൊടുത്തിട്ട് ചെയ്തതാണ് ഈ ബ്ലൗസ്. സിമ്പിളായിട്ട് ബാക്കിലൊരു കെട്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തൊരു ബ്ലൗസാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചേച്ചി തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. സാരിയൊക്കെ മടക്കി വെച്ചത് വെറുതെ ആയിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും അത്രയുമാണെന്നല്ല, അപ്പം അങ്ങനെയാണ് ആ ഒരു ഗ്രീൻ സാരി. ഈ സാരീസിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാ സാരി കൊടുത്ത ഫോട്ടോസുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സാരി കാണുമ്പോൾ, ഞാൻ എൻ്റെ മെമ്മറീസ് കുറേ ഷെയർ ചെയ്തു. പക്ഷേ ഇങ്ങനെയൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ഞാൻ അത്രയും ഇതിലൊന്നും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് വൃത്തിക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കുക, അതിൻ്റെ എന്താണ് അതിൻ്റെ ഓരോ പോർഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാൻ ഞാൻ അത്ര പിടിക്കുകയല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഫോട്ടോസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. പിന്നെ ദിസ് വൺ സാരി, ഇതൊരു ഗിഫ്റ്റഡ് സാരിയാണ്. ഇതൊരു കോട്ടൺ ലിനൻ സാരിയാണ്. ഇത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിൽ നിന്നൊരു സിൽവർ സെറി ബോർഡർ വരുന്ന ഒരു സാരിയാണ്. ഇതിൽ വരുന്ന വർക്ക് ഇങ്ങനെ ഒരു ഗ്രീനിഷ് പാറ്റേണിൽ വരുന്ന ഫുൾ ബോഡിയിൽ സെയിം വർക്കാണ്. ആൻഡ് ദ മുന്താണി ഈസ് ഡിഫറെൻറ്റ്. മുന്താണി ടെസൽസ് ഒക്കെ വന്നിട്ടാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഇത് മറന്നുപോയി. കാരണം ഇത് കുറച്ച് നാളായി ഞാൻ ഉടുത്തിട്ട്, ഞാൻ സിംഗിൾ ടൈമാണ് ഉടുത്തിട്ടുള്ളൂ. സോ ഹിയർ ഈസ് ദി മുന്താണി ഇങ്ങനെ വരും. അതിൽ കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ വർക്ക് ഉണ്ട്. അല്ലാതെ ഫുൾ ബോഡിയിൽ ഈ ഒരു സെയിം പാറ്റേൺ ഓഫ് വർക്കാണ് വരുന്നത്. 2 സൈഡിലും സിൽവർ ബോർഡറും വരുന്നുണ്ട്. അപ്പോൾ ഈ സാരി ഞാൻ പറഞ്ഞതുപോലെ ഇത് കോട്ടൺ ലിനൻ സാരിയാണ്. ഭയങ്കര ബ്രീത്തബിൾ മെറ്റീരിയലാണ്. ഇത് ഉടുത്താൽ സാരി ഉടുത്തു എന്നൊരു ഫീൽ പോലും ഉണ്ടാവില്ല നമുക്ക്. അതായത് സാരി ഉടുത്ത്, ഞാൻ ഈ സാരിയൊക്കെ ഉടുക്കുമ്പോൾ മോനും ഉണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ അവനും ഹാൻഡിൽ ചെയ്തുകൊണ്ട് സാരി ഉടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അന്നൊരു ഫുൾ ഡേ അവനെ ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. എങ്കിലും ഈ സാരി ഉടുത്തുകൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. സോ ദിസ് ഇസ് എ നൈസ് സാരി. ആൻഡ് ഇതിൽ ആക്ച്വലി സ്പീക്കിംഗ് വിത്ത് ബ്ലൗസ്, അതായത് ബ്ലൗസ് പീസ് ഉണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇറ്റ്സ് എ പ്ലെയിൻ ആയിട്ട് ഈ ഒരു പ്ലെയിൻ ബ്ലാക്ക് തന്നെയാണ്, എന്നിട്ട് വിത്ത് ബോർഡർ അങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. പക്ഷേ എനിക്ക് സാരി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വട്ടമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്, ഉടുത്തിട്ടുള്ളൂ. അന്ന് നമ്മൾ ഭയങ്കര
വേഗം, അതായത് ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് പോകണം. അപ്പം ഈ സാരി കിട്ടിയെങ്കിലും നമുക്ക് ഇതിന്റെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ തലേന്ന് പോയിട്ട് ജസ്റ്റ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പം റെഡി ടു വെയർ ബ്ലൗസസ് ഇഷ്ടം പോലെയുണ്ട് ആൻഡ് വെരി അഫോർഡബിൾ ഓൾസോ. അതായത് ഒരു ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത് നമുക്ക് ഇഷ്ടത്തിന് കുറച്ചൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇന്ന് എത്രയാവും എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് 250 അങ്ങനെ എന്തോ ഉള്ളൂ, 250 ഇല്ല, 200-250 ഇടയിൽ എന്തോ ഉള്ളൂ ഇതിന്റെ പ്രൈസ്. ഇതൊരു റെഡി ടു വെയർ ബ്ലൗസ് ആണ്. ഇത് ജസ്റ്റ് അന്നത്തെ ഒരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. കാരണം അന്ന് പോയപ്പം ഇതായിരുന്നു, ഇത് മറ്റേ എന്താ പറയുക സ്ട്രെച്ചബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ക്ലോത്ത് ആണ്. അപ്പൊ ഇത് മാക്സിമം അവിടെ ഉണ്ടായിരുന്ന ഒരു സൈസ് ആയിരുന്നു ഇത്. പക്ഷെ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ക്വാളിറ്റി ഒന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ഇങ്ങനെ ബീഡ്സ് പോലെ, ഇങ്ങനെ ബീഡ്സ് അല്ല, ബ്ലാക്ക് ഒറിജിനൽ സ്റ്റോൺ അല്ല, പക്ഷെ ബ്ലാക്ക് സ്റ്റോൺസ് പോലെ അങ്ങനെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഒരു ഷൈനിങ് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തപ്പോഴേക്കും അതിനകത്ത് കുറച്ച് സ്റ്റോണൊക്കെ ഇളകിപ്പോയി, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷെ യാ വി ക്യാൻ വെയർ ഇറ്റ്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ ബ്ലാക്ക് സാരി. ഇനി ഇപ്പോൾ ഈ ഇരിക്കുന്ന 2 സാരികൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥ ഞാനല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്തായാലും സാരി കളക്ഷൻസ് വെച്ചപ്പോൾ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള, എന്ത് മെറ്റീരിയൽ എന്നാണ് ഇതിന് പറയുക, പോളിസ്റ്ററോ, ഇങ്ങനെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, സോറി പോളിസ്റ്റർ അല്ല, ഷിഫോൺ അല്ലേ, ഷിഫോൺ ഓർ ഷിനോൺ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ മെറ്റീരിയലിന് പറയുക. സോറി പോളിസ്റ്റർ എന്നറിയാതെ പറഞ്ഞതാണ്. അതിൽ സൈഡിൽ ഇങ്ങനെ ലേസ് വന്നിട്ടുള്ള സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് ലേസ് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ദിസ് ഈസ് ദ ബ്ലൗസ് പീസ്. ഈ ഒരു സാധനമാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സാരിയല്ല, എൻ്റെ സിസ്റ്ററിനോട് സാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇത് ഏതൊരു ഓൺലൈൻ ആപ്പ്, എനിക്ക് തോന്നുന്നു മീഷോ മിന്ത്ര അങ്ങനെ ഏതൊരു ആപ്പിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഞാൻ വൺസ് എനിക്ക് ഒന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്, തിരിച്ചു കൊണ്ട് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാനിതൊരു ഉടുത്തിട്ടുമില്ല, ആളും ഉടുത്തിട്ടില്ല. സോ ദിസ് എ ഫ്രഷ് പീസ്. ഇത് ആരും ഉടുക്കാത്തൊരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസും ഇതിലുണ്ട്. അപ്പം ഞാൻ സൂൺ അവിടെ ആളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും, കാരണം ഞാനത് ഉടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ദാറ്റ്സ് അബൌട്ട് ദിസ് സാരി. പിന്നെ ഇനി 1 more സാരി ഉണ്ട്. ഇതും എൻ്റെ മദർ ഇൻ ലോയുടെ സാരിയാണ്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു നീ സാരി എടുത്തു. ആളങ്ങനെ കോട്ടൺ സാരീസൊക്കെ മാത്രം പ്രിഫർ ചെയ്യുന്ന ആളാണ്. ഇപ്പം സാരീസും വലിയ താല്പര്യമില്ല, ചുരിദാറും അങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ സിൽക്കും അല്ലെങ്കിൽ നമ്മൾ പട്ട് സാരി എന്നൊക്കെ പറയുന്ന സാരികളൊക്കെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതും സിസ്റ്ററിന്റെ വെഡ്ഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അമ്മയ്ക്ക് എടുത്തിട്ടുള്ള സാരി ആയിരുന്നു. പക്ഷെ ആൾക്ക് ആ സാരി ഉടുക്കാൻ താല്പര്യമില്ല. അപ്പം ഇതിന്റെ ബ്ലൗസ് പീസും ഒക്കെ ഇതിലുണ്ട്. അപ്പം ജസ്റ്റ് നീ കൊണ്ടുപോയിക്കോ, നീ ഉടുക്കുന്നെങ്കിൽ ഉടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഇത് ഉടുത്തിട്ടില്ല. ഐ എം വെയിറ്റിംഗ് ഫോർ എ ഫംഗ്ഷൻ ഇത് ഉടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടമായി, ഇതിന്റെ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലൊരു ബ്ലൂ ആൻഡ് ഒരു വയലറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഗ്രേപ്പ് വൈൻ കളർ കോമ്പിനേഷനാണ് ഇത് വരുന്നത്. ആൻഡ് ഈ ടസൽസ് ഒക്കെ വന്നിട്ട് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത്. പിന്നെ ഇതിലൊരു ബോർഡർ ഒക്കെ വന്നിട്ട് ഇതാണെന്ന് തോന്നുന്നു ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ്. നല്ല ലെങ്ത് ഉള്ള വലിയ സാരിയാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഒക്കെ ഒരുപാട് ലെങ്ത് മാത്രമല്ല നല്ല വിട്ടുള്ള സാരിയാണ്. പിന്നെ എനിക്കൊന്ന് ബാക്കി ബോഡി ഫുള്ള് ഈ ഒരു ബ്ലൂ ആൻഡ് ഒരു ഗോൾഡൻ സെറിയിൽ അങ്ങനെ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് എൻ്റെ ഓൺ സാരി അല്ല, അമ്മയുടെ സാരിയാണ്. അപ്പോൾ ഇതെപ്പോഴെങ്കിലും ഉടുക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ ഉടുക്കും. ഇതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. എനിക്ക് ഒരു ഫ്യൂ വെഡ്ഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഐ വിൽ ട്രൈ ടു വെയർ ദിസ്. അപ്പോൾ ഇനി ഈ സാരികളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെയാണ്, എനിക്ക് സാരികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ കാഷ്വൽ സാരീസൊക്കെ എൻ്റെ അടുത്ത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്തെങ്കിലും ഫങ്ഷൻസ് വരിക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരിക, ഫെസ്റ്റിവൽസ് വരിക, അപ്പം സാരി എടുക്കുന്നൊരു ചോയ്സ് നമുക്ക് വരുമ്പം സാരി ഉടുക്കും. പക്ഷെ ഞാൻ ഇപ്പം ഐ ഹാവ് എ തോട്ട്, നമ്മൾ ചുരിദാറും കുർത്തീസും അങ്ങനെയൊക്കെ നമ്മൾ കാഷ്വൽസ് ആയിട്ട് വെയർ ചെയ്യുന്നതിന് പകരം സാരിയിലേക്ക് സ്വിച്ച് ചെയ്താലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത എനിക്കിപ്പോൾ വരുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ചിലർ പറയും തള്ള വൈബ് എന്ന് പറയും. കാരണം മേ ബി എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ പറയുമായിരിക്കും തള്ള വൈബായി. പക്ഷെ അതല്ല, എനിക്ക് പണ്ട് തൊട്ടേ സാരി ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആളിങ്ങനെ ഡെയിലി സാരി ആയിരുന്നു. ഇപ്പോഴൊക്കെ പിന്നെ ചുരിദാറിലേക്കൊക്കെ മാറിയത്. ആൾ കംപ്ലീറ്റ്ലി ഡെയിലി സാരിയെ കൊടുത്തു പോകുന്നത്. അപ്പം എപ്പോഴും ആ ഒരു സാരി കൊടുത്ത് പോകുന്നതിന് ഒരു എലഗൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഐ ആം പ്ലാനിങ് ടു ബൈ സം
കുറച്ച് കാഷ്വൽ സാരീസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് മിറ ബൈ മിനു. അതിൽ നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പിൽ ലോഞ്ച് ചെയ്യുന്നത് സാരീസാണ്. ആൻഡ് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള, നമ്മൾ പറയില്ല, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് സാരികൾ ആണ് ഞാൻ ഫസ്റ്റ് ഡ്രോപ്പിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതലും കംഫർട്ടബിൾ, ബ്രീത്തബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ, ഫാബ്രിക്സിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാരീസാണ് ഞാൻ ഫസ്റ്റ് ഡ്രോപ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദോസ് വിൽ ബി ദ കാഷ്വൽ വെയർസ്. എല്ലാവർക്കും കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഞാൻ എപ്പോഴും സാരീസ് ആണെങ്കിലും ഇനി കമ്മിങ് ഡ്രോപ്സിൽ ഞാൻ കൂടുതൽ വെറൈറ്റീസ് ഓഫ് ക്ലോത്തിങ് എല്ലാം കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഏതാണെങ്കിലും എല്ലാം നമുക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കത് ഉടുക്കണം, അത് കാണുമ്പോൾ എനിക്കത് വാങ്ങണം, എനിക്കത് വെയർ ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന അത്രയും എനിക്ക് ഫ്രം ഹാർട്ട് ഇതെനിക്ക് വേണം എന്ന് തോന്നുന്ന കളക്ഷൻ സാരീസ് ആണെങ്കിലും എനിത്തിങ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇൻ 1 or 2 weeks നമ്മുടെ സാരീസ് ലോഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആൻഡ് അപ്പോൾ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.